ആയിട്ട് പറഞ്ഞേ, നിങ്ങളെന്താ അപ്പച്ചനെ മുമ്പിൽ ഇരുത്താത്ത? അമ്മച്ചനെ കൂട്ടത്തിൽ സുഖിച്ചിരുന്നോട്ടെ, രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് ഉമ്മാക്കി കൊടുത്തിരിക്കട്ടെ. അയ്യോ അതില്ല, കാണും, എനിക്ക് നാണം വരും. അയ്യോ ഉണ്ടായിരിക്കുന്നു. ഇവ എന്റെ കണ്ട ഭാവം നടിക്കാത്ത ഏവലി. ഹലോ പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റെഡാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ ഇന്നത്തെ വീഡിയോ എങ്ങോട്ടാണ്? ഇന്നത്തെ ഇടിച്ചൂത്തി മഴ പെയ്യാൻ പോകുന്ന വൻ സീനാണ്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ. നമ്മൾ വണ്ടി വന്നിട്ട് ഏബലിൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല, ഏബലിനെ കാണിച്ചിട്ടില്ല. അപ്പം സമയം ഇച്ചിരി ഓട്ടമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഏബലിനെ കാണാൻ വേണ്ടി പോകണം. ഏബൽ ഇതുവരെ വണ്ടി കണ്ടിട്ടില്ല. അപ്പോൾ ആശാൻ്റെ റിയാക്ഷനും എല്ലാം നമുക്കൊന്ന് കണ്ടുവച്ച് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മഴ പെയ്യുന്നു, ദൈവമേ മഴ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ഇരുന്ന് ഫുള്ള് കാണും കേട്ടോ. ഞങ്ങൾ പോവാം, മഴയാ, വണ്ടി കയറാൻ പോവാം. ഓക്കെ, കയറാം. ഊത്തൂതോ? ഓ, പോകുന്നതിന്റെ കുഴൽ ഊത്തുവാണോ? ആ സ്റ്റൈല് കണ്ടില്ലേ? യവാ, എന്തോ കാണിച്ചേ. കഴിഞ്ഞോ? അത് തീർന്നു. നോക്കിയേ, നീ മരിക്കാനും ഞാനല്ലാണ്ട് പിന്നെ ആരാ? ഇന്ന് എവിടാ നമ്മള് പോകുന്നേ? എന്റെ മോൾ എടുക്കല്ലേ? ഏത് മോള്? എന്റെ മൂത്ത മോൾ എടുക്കല. അതിന്റെ പുറകിലല്ലേ മോൾ എടുക്കുന്നത്? കൊച്ചു മോൾ എടുക്കുന്നത്. എല്ലായിടത്തും നമ്മൾ പോവല്ലേ? നീ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ലേ, അതിനല്ലേ ഈ വലിപ്പിക്കുന്നായിട്ട്. എന്റെ കൊച്ചുമോനുണ്ടെങ്കിൽ ഇത് മരുന്നും കിട്ടി എന്നെ എവിടെയും കൊണ്ടുപോകും. ഇതുപോലെ വളർത്താൻ കൊച്ചുമോനെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും വന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എത്ര സ്തുതിച്ചാലും മതി വരുമോ? അമ്മച്ചിന്റെ അയ്യോ, അമ്മച്ചി പൗഡർ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ മുഖത്ത് മൊത്തം പൗഡർ. ഇത് എന്തുവാ? കാവടിക്ക് പോകുന്നു. എന്തിനാലും പോട്ടെ, നിനക്കെന്താ ചെയ്തോ? എവിടെ പോവാ അമ്മച്ചി? എവിടെയാലും അങ്ങ് പോവാ. എന്നാലും എവിടെ പോവാ? നീ വാ വരുന്നെങ്കില്. ഞാനില്ലാണ്ട് നിങ്ങൾ അങ്ങനെ വണ്ടിയാ പോവും. അമ്മച്ചി ഓടിക്കോ? മേടിക്കണം. ലൈറ്റ് അണച്ചോ. ഞാൻ മേടിച്ചോളാം. എൻ്റെ ഉണ്ട്. എടി, വെളിയിലത്തെ ലൈറ്റ് ഇടറി. അതിന് ഈ വെളിയിൽ ലൈറ്റ് എടുക്കുന്നതിന് എന്താ? എന്തോ അമ്മക്ക് ഈ സാരി ഒരു കൊച്ചയച്ചെന്നല്ലേ? അത് ഞാൻ മേടിച്ചെന്നാണോ? എന്നാ വേന്നോ അമ്മച്ചി, വാ ഇങ്ങോട്ട്. ചെരുപ്പില്ലാണ്ട് വാ അമ്മച്ചി. ആരെങ്കിലും ചോദിച്ചാ ഗാന്ധിജിയുടെ മോളാന്ന് വല്ല പറഞ്ഞത്? പുള്ളിയുടെ വാദം സ്വീകരിക്കുവാന്ന് പറഞ്ഞാൽ മതി. എന്തുവാ അമ്മച്ചി? മച്ചാനെ വാളിയോ? ബാബാ, അതിനിപ്പോ എന്തോ വെട്ടം കിടക്കട്ടെ. വെളിച്ചം ദുഃഖമാണുള്ളി. അപ്പൊ വേണ്ടേ, നമ്മളെല്ലാരും വന്നിട്ടുണ്ട്. നമ്മളെല്ലാരും ഇന്ന് എവിടെ പോവാന്ന് പറഞ്ഞാ ഇറങ്ങിയേക്കുന്നത്? എവിടെ? മൂത്ത മോഡ് എടുത്ത് പോവാ കേട്ടോ. അമ്മയോടെ പോവാ? ഞാൻ എന്റെ മൂത്ത നാത്തൂന്റെ അടുക്കലും ഇളയ നാത്തൂന്റെ അടുക്കലും പിന്നെ കൊച്ചുമോൾ. നീ എവിടെ പോവാ? ഞാൻ എന്റെ ചേച്ചിയുടെ അടുക്കൽ. അമ്മച്ചി അവിടെ മാറിക്കേ. എവിടെ പോവാ? ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇങ്ങോട്ടോ? അല്ല, എന്നാ എല്ലാരും എടുത്തോ. എന്നാ നമ്മളിന്ന് എങ്ങും പോകുന്നില്ല കേട്ടോ. നിങ്ങള് പോന്നില്ലെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ദൈവമേ സന്തോഷം. അയ്യോ, പോകുന്നില്ല. നമുക്ക് അകത്തോ? പോകുന്നില്ലെന്ന്. നമ്മള്
എന്നാ പോകണ്ട. ആ ഏ എടാ പോടാ അവിടുന്ന് വട്ടി പിടിച്ച് ഉണ്ടായിരിക്കുന്നു. വലിയ ഒരുങ്ങി ഇറങ്ങിയേക്കോ പോവാൻ വേണ്ടിട്ട്. ഏണ്ട് സാരി ഇട്ടില്ല മോടെ. അമ്മയുടെ അടുക്കം കണ്ടോടാ, നാട്ടിലെ കാണാൻ സന്തോഷം. ആ നീ അമ്മയ്ക്ക് പറഞ്ഞാം അമ്മ വലിയ ആഴ്ച മോടെടുത്ത് പോകാന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരുങ്ങിയേക്കുന്ന കണ്ടില്ല, നിക്കുന്ന കണ്ടില്ലേ. അയ്യോ എന്റെ അമ്മ പാവമുണ്ട്, പച്ചയൊക്കെ എടുത്ത്. ആ അതിനെന്താ പോകുന്നില്ല, ഞാൻ നിങ്ങളെ പറ്റിച്ചേ. അത്രേ ഉള്ളൂ. എന്റെ മോനെടുക്കാൻ എന്തിനാ പോകുന്നത്? കൊള്ളാലോ. ആ ചെല്ല എല്ലാരും വീട്ടിൽ കയറ്. പോയി ഓ കഥമൊക്കെ പൂട്ടി ഇറങ്ങിയേക്കുന്ന ആളിയൻ മോടെടുത്ത് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കൊരു ആ അമ്മച്ചി പോന്ന്. അയ്യോ കേട്ടില്ലെന്ന്. അതിനാ കേറിക്കോട്ടെ, ഇത് പോകുന്നില്ല. മഴ വരുന്നിടത്ത് അങ്ങനെ പോവാനാ. ആ ഞാൻ ഈ കയ്യിൽ കൊടുത്തപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വയ്യായിരുന്നു ഞാൻ പോകുന്നില്ലെന്ന്. അമ്മേ വാ പോയിട്ട് വരാം. വാ പോയിട്ട് വരാം. പോയിട്ട് വരാം. പോയിട്ട് വരാം. വാ താക്കോലെടുത്ത സ്നേഹ, താക്കോലെടുത്തിട്ടോ. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് പറ്റിക്കാനൊക്കെ നോക്കിയതാ. പക്ഷെ പറ്റിയിട്ട് നടന്നില്ല. മഴ വരുന്ന നേരെ ഇരുട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ടൊന്ന് ഉരുട്ടാവായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കണ്ട് അപ്പച്ചന്റെ മൂത്ത മോളുടെ അടുത്തും ഇളയ മോളുടെ അടുത്തും അമ്മച്ചിയുടെ മൂത്ത മോളുടെ അടുത്തും ഇളയ മോളുടെ അടുത്തും അമ്മയുടെ രണ്ടുപേരും ഒന്ന് തന്നെ. എന്നാലും ഒന്ന് പറയണ്ടേ, രണ്ട് നാത്തൂമാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ബാക്കി നമുക്ക് വന്നിട്ട് കാണാം അവിടെ എന്തൊക്കെയാണെന്നൊക്കെ നടക്കുന്നത്. എന്റെ മോനെ കുഴപ്പമില്ലടാ, സുഖമാണേ. എവിടെ പോവാ? എന്റെ നാത്തൂന്റെ അടുക്കലോട്ട് പോവാ. നാത്തൂന്റെ അടുത്തോട്ടോ? നാത്തൂന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ വരുന്ന കാര്യം? ഓ അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളങ്ങ് ചെല്ലുക. സർപ്രൈസ്. മച്ചാനെന്തോ പറയാനുള്ളേ? എനിക്ക് നിങ്ങൾ പറയുന്നവരൊക്കെ തന്നെ ഞാനും പറയും. അതേപോലെ തന്നെ കഴിഞ്ഞ 2 വീഡിയോയിലും ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പച്ചനെ എന്താ മുമ്പിൽ ഇരുത്താത്ത. ഞാൻ പറയാത് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, അപ്പച്ചൻ അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഇരിക്കണം. പുതിയ വണ്ടിയൊക്കെ എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ ഞാനവിടെ അമ്മച്ചിയുടെ മുഖത്തോട്ട് വയ്ക്കൂ. ആ പുതിയ വണ്ടിയൊക്കെ എടുത്തപ്പോഴത്തേനുണ്ടല്ലോ അപ്പച്ചനും അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ പോകണോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ ഈ ഇടയ്ക്ക് മറ്റേ അവിടെ പോയില്ലായിരുന്നു, മറ്റേ അപ്പച്ചന്മാരുടെ അടുത്ത്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങള് അമ്മ ഇങ്ങനെ നേരെ ഉറക്കം നോക്കിയിരിക്കുവാണ്. അപ്പച്ചനാണെങ്കിൽ ഉണ്ടല്ലോ ഇടയ്ക്ക് അമ്മച്ചിയുടെ കയ്യെ ഇവരിങ്ങനെ വണ്ടിയിൽ പാട്ടും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ. ഇതൊന്നും അല്ല രസം. ഈ സാധനം വെക്കുമ്പോ അഞ്ജലിയുടെ ശിവന്റെ റൊമാൻസ് കാണുവാണ്. അത് കാണുമ്പോഴത്തേക്കും ഇവരുടെ മുഖം അങ്ങ് മാറും. രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കും. സത്യമായിട്ടുള്ള കാര്യമാണ്. എന്റെ കൊച്ചുപാട് സന്തോഷം കാണാതെ എനിക്കും ഉള്ള കാര്യം സംഭവമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കണം. ഒക്കെ ഇട്ടിട്ടും രണ്ടുപേർക്കും കൂടെ സുഖിച്ചിരിക്കണം. ഞാൻ അപ്പച്ചന് നല്ലോണം അറിയാവല്ലോ. രണ്ടുപേരുടെ മേളച്ചിലിച്ചിരി കൂടുന്നുണ്ട്. നമ്മുടെ അടുത്താണ് നമ്മൾ ഈ പ്രായമൊക്കെ കേട്ടോ. എടാ മക്കളെ, ഇതുപോലെ നല്ല റോഡ് നിനക്ക് കിട്ടും. എന്റെ മോടെ അയച്ചേക്കുന്ന റോഡ് നോക്കടാ. വണ്ടി കിടന്ന് കുലുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും.
കൊടുക്കുന്ന വണ്ടിയാ. ഗൈസ് ഇന്ന് ഞാൻ എന്തായാലും ഇവരുടെ ആ ഇരിപ്പ് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പച്ചനെ ഞാൻ ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ലോക്ക് ആക്കി വെച്ചേക്കുക. ഈ അനങ്ങാൻ വയ്യാത്തല്ല എന്റെ മക്കളെ എന്നെ പിടിച്ചിട്ടേക്കുവാ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇതിനൊന്നും പറയും ആരെ കണ്ടുപിടി കണ്ടുപിടിക്കണ്ട. എന്നെ എന്തോരം പേരെ കമന്റ് ഇട്ട് പറഞ്ഞാലേ നിങ്ങളെന്താ അപ്പച്ചനെ മുമ്പിൽ ഇരുത്താത്ത? അപ്പച്ചന് വയ്യാത്ത അപ്പച്ചൻ പറയൂല അമ്മച്ചനെ കൂടി ഇരുന്നോട്ടെ. ആ അമ്മച്ചനെ കൂട്ടത്തിൽ സുഖിച്ചിരുന്നോട്ടെ. രണ്ടുപേരുടെ കെട്ടുപിടിച്ച് ഉമ്മാക്കി കൊടുത്തിരിക്കട്ടെ. അയ്യോ അതില്ല, അത് വല്ലതും കാണും. എനിക്ക് നാണം വരും. അയ്യോ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ ഇത് പപ്പ കാണും. പപ്പ അടുത്ത് എന്തെങ്കിലും പറയാം. വേണ്ട പപ്പ കാണണ്ട. പപ്പയുടെ അടുത്ത് എന്തെങ്കിലും പറ. പപ്പ വീഡിയോ കാണുന്ന പപ്പയുടെ അടുത്ത് എന്റെ മോൻ കാണുന്നെങ്കിൽ അവനറിയാം എന്റെ കാര്യങ്ങളെല്ലാം. മോനെ ശിവേ തത്ത വഴി തെറ്റി കേട്ടോ. ഇല്ലടാ കൊച്ചുമക്കൾ തട്ടുള്ള പോലെ വെച്ചപ്പം തരത്തില്ല. വല്യപ്പൻ വഴി തെറ്റി ശിവേ. നിന്റെ അമ്മ വളർത്തിയതിന്റെ കൂടെ എല്ലാം നിലക്കൊണ്ടടാ. അതെ എനിക്കറിയത്തില്ല. ദൈവം തമ്പുരാൻ ഇത്രത്തോളം ഭംഗിയായിട്ട് കണ്ടോ ഇപ്പൊ എല്ലാരും കണ്ടോ 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 ഇവരെന്നെ കാണിക്കുന്ന കണ്ടോ? അല്ല ഇതൊക്കെ കണ്ടോ? പിന്നെ അല്ല വച്ചാപ്പൊളിയാകണം. പിന്നെ അല്ല വയ്യാത്ത എന്നെ പിടിച്ചിരിച്ച് കാണിക്കുന്നത് കണ്ടോ? ഫ്രണ്ടിലല്ലേ ഈ ആ പെണ്ണിരിക്കുന്ന എന്റെ 2 ബെൽറ്റ് ആയിട്ടേക്കുന്നത്. 2 ബെൽറ്റ് ഏതാ? അയ്യോ അത് വേറെ, ഇത് വേറെ. അത് വേണ്ട, അത് ആവശ്യമാ. അത് നിർത്തിയാക്കി. ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇതിലെ അവസ്ഥ. നമ്മള് വണ്ടിയെ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ്. 2 ബെൽറ്റ് എന്ന് പറഞ്ഞു. 2 ബെൽറ്റ് കേക്കത്തില്ല. ഇത് പുള്ളി കണ്ടല്ലോ വയറൊക്കെ ഉള്ളതുകൊണ്ട് ഈ ശ്വാസം മുട്ടൽ അസുഖമൊക്കെ ഉള്ള. അപ്പൊ ഫ്രണ്ട് ഇരിക്കുമ്പോഴത്തേക്കിനും ബെൽറ്റ് ഇടണമല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഫ്രണ്ട് ഇരുത്താത്തത്. പുറയിലാകുമ്പോ അമ്മച്ചി ഇടയ്ക്ക് ഞോണ്ടി എന്നിട്ടുണ്ടല്ലോ ആരും കാണാണ്ട് നൈസായിട്ട് അപ്പച്ച ഇങ്ങനെ വരുവേ എന്താന്ന് പറഞ്ഞ് നോക്കിക്കണോണ്ട് ഇങ്ങനെ ഞാൻ വണ്ടി നിർത്തി. അപ്പൊ നമ്മള് വീട്ടിലോട്ട് അങ്ങോട്ട് പോകാൻ പോകണം കേട്ടോ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഇനി അവിടെ എന്താകും എന്തോന്നൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അയ്യോ അയ്യോ ഷിയാൻറ്റിയാണേ. അവിടുന്ന് രജിയാൻറ്റി പറഞ്ഞു കൊടുത്തു നമ്മള് വരുന്ന കാര്യം. അയ്യോ അവനെ കാണുന്നില്ല. കണ്ട ഭാവം ഉണ്ടോടാ? ഇച്ചിരിയുടെ ഫ്രണ്ടിലിട്ട് ഓടെ. അവിടെ ഡോർ തുറക്കുമ്പോ തട്ടുമോ നോക്കി ശരി. തട്ടും തട്ടുമല്ലേ? ഞാൻ ഒന്ന് വലിച്ചു മാറ്റി കൊടുത്തു. അയ്യോ ഇതാരുടെ ചെറുക്കോ? ഇവ എന്റെ കണ്ട ഭാവം നടിക്കാത്ത അവ എന്ത് ചെയ്യാൻറ്റി? ഇവ എന്തോന്നും മിണ്ടാത്ത മൈൻഡ് ചെയ്യാത്ത എന്താ? മൈൻഡൊക്കെ ചെയ്യുന്നല്ലേ? എന്താടാ അവനെ ഞാൻ പഠിക്കാനൊക്കെ എന്താ പറ്റി മുത്തേ? ഇച്ചിരി കഴിഞ്ഞിട്ട് പഠിക്കാം. വാ കാറ് കണ്ടില്ലേ? വാ കാറിന്റെ അടുത്ത് വാ അടുത്ത് പോന്ന് വാ. എന്താ പറ്റി? വാടാ. വേണ്ട ഫുഡ് കഴിക്കാനായിട്ട് മെസ്സിലോട്ട് പോയതാ ഹോസ്റ്റലിൽ നിന്ന്. ഇവ എന്താ ഇനി അണ്ണൻ ഓണാവും കേട്ടോ. എന്താ പറ്റിയടാ? ആക്സിഡന്റ് പറ്റിയ കൊച്ചു ഇവിടോട്ടാ മരിച്ചു. അതിന്റെ അടക്കമാകുന്ന നാളെയോ മറ്റന്നാളോ ഉണ്ട്. അതിന് അറിയത്തില്ല. അത് നോക്ക്. മറ്റേ വണ്ടിയുടെ താക്കോൽ ഏബിലായിരുന്നു മേടിച്ച്.
നോക്കാം അങ്ങോട്ട്. തുറന്നേ. ആ ആ തുറക്ക്. ഇനി അത് തുറക്ക്.